അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ്റർനെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് അങ്ങനെയുള്ള ടേംസാണ്. ഓക്കെ, അപ്പോൾ ഇൻട്രാനെറ്റ്, ഇൻ്റർനെറ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നപ്പോൾ നമ്മളെന്താണ് ഫസ്റ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ. രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അല്ലേ. ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ അതിൽ കൂടുതലോ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യുന്നതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർനെറ്റ് വർക്ക്. ഓക്കെ, ബിഫോർ ഡിസ്കസിങ് അബൌട്ട് ദ ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ്, വി നീഡ് ടു നോ ഡിസ്കസ് അബൌട്ട് ദ ഇൻ്റർനെറ്റ് വർക്ക്. ഇൻ്റർനെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ്. An internet network can be defined as two or more computer networks which are connected together using a network router. അപ്പോൾ ഇവിടെ രണ്ട് കമ്പ്യൂട്ടറും ഒരു സ്വിച്ചും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ അതേ രീതിയിൽ രണ്ട് കമ്പ്യൂട്ടർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ രണ്ട് സ്വിച്ചിനെയും അല്ലെങ്കിൽ ഹബിനെയും ഇതെന്ത് വഴിയാണോ കണക്ട് ചെയ്തത് ആ ഡിവൈസിനെ പരസ്പരം ബന്ധിപ്പിക്കാനായിട്ട് സെൻറ്ററിൽ ഒരു റൗട്ടർ വെച്ചിട്ടുണ്ട്. ഇത് ഒരു റൗട്ടറിൻ്റെ സിമ്പിളാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് ആരോ കീ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് അല്ലേ. സെൻറ്ററിൽ നിന്ന് പുറത്തോട്ട് രണ്ട് ആരോ കീ ഉണ്ട്, പുറത്തുനിന്ന് സെൻറ്ററിലോട്ട് രണ്ട് ആരോ കീസ് ഉണ്ട്. അതാണ് ഈ റൗട്ടറിൻ്റെ സിമ്പിൾ. ഓക്കെ, അകത്തോട്ടും പുറത്തോട്ടും ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ അതാണ് ഇൻ്റർനെറ്റ് വർക്ക്. ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സിസ്റ്റമാണ് ഇൻ്റർനെറ്റ് വർക്ക്. ആൻഡ് ഇൻ്റർനെറ്റ് വർക്ക് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ടു ഓർ മോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ഓക്കെ, കമ്പ്യൂട്ടർ അല്ല, ടു ഓർ മോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്റ്റഡ് ടുഗദർ യൂസിങ് എ നെറ്റ്വർക്ക് റൗട്ടർ. അതാണ് ഇൻ്റർനെറ്റ് വർക്ക്സ്. ഓക്കെ, ഈച്ച് നെറ്റ്വർക്ക് ഇൻ എൻ ഇൻ്റർനെറ്റ് വർക്ക് ഹാസ് ഇറ്റ്സ് ഓൺ നെറ്റ്വർക്ക് അഡ്രസ് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ നെറ്റ്വർക്ക് ഇൻ ദ ഇൻ്റർനെറ്റ് വർക്ക്. അതായത് ഈ ആദ്യത്തെ നെറ്റ്വർക്കിന് ഒരു പെർട്ടിക്കുലർ അഡ്രസ്സുകളായിരിക്കും ഉണ്ടാവുക. രണ്ടാമത്തെ നെറ്റ്വർക്കിന് വേറെ ഒരു നെറ്റ്വർക്ക് അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെ രണ്ടോ അതിൽ കൂടുതലോ വ്യത്യസ്ത അഡ്രസ്സുകളുള്ള നെറ്റ്വർക്കിനെ പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർനെറ്റ് വർക്കുകൾ. നെറ്റ്വർക്ക് അഡ്രസ് ആണ് ഈ ഓരോ നെറ്റ്വർക്കിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓരോ നെറ്റ്വർക്കിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും, അതായത് IP അഡ്രസ്സ്, ഒരു റേഞ്ച് ഉണ്ടാവും. ഓക്കെ, അത് വെച്ചിട്ടാണ് ഓരോ നെറ്റ്വർക്കിനെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. IP അഡ്രസ്സിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C എന്നൊക്കെ പറഞ്ഞിട്ടുള്ള IP അഡ്രസ്സിനെ പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ ആ സമയത്ത് കൂടുതൽ ക്ലിയർ ആവും. അപ്പോൾ ഇൻ്റർനെറ്റ് വർക്ക് allows different users at different geographical locations of an organization to share data, resources and to communicate. അപ്പോൾ ഇൻ്റർനെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ പല ജിയോഗ്രഫിക്കൽ ഏരിയ, അപ്പോൾ പല സ്ഥലത്തുള്ള ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യാനും ഫയൽ ഷെയർ ചെയ്യാനും ഒക്കെ സഹായിക്കും. ഇൻ്റർനെറ്റ് എന്നുള്ളത് ഒരു ഇൻ്റർനെറ്റ് വർക്കിന് എക്സാമ്പിളാണ്. ആക്ച്വലി ഇൻ്റർനെറ്റ് എന്നുള്ളത് ഇൻ്റർനെറ്റ് വർക്കിന് ഒരു എക്സാമ്പിളാണ്. മോഡേൺ ബിസിനസ് കനോട്ട് ഈവൻ ക്യാൻ ഫങ്ഷൻ വിത്തൗട്ട് ഇൻ്റർനെറ്റ് വർക്ക്. ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ് ആൻഡ് എക്സ്ട്രാനെറ്റ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർനെറ്റ് വർക്ക്സ്.
അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന 3 നെറ്റ്വർക്ക്, അതായത് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ്, അത് 3ഉം എന്താണ് ഇൻ്റർനെറ്റ്വർക്കിന് ഒരു എക്സാമ്പിളാണ്. ഇൻ്റർനെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതാണ് ഇൻ്റർനെറ്റ്വർക്ക്. അപ്പോൾ ഈ ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ, ഈ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതൊരു മൊത്തത്തിലൊരു 3 റൗണ്ട് ഇല്ലേ, അതായത് ഏറ്റവും സെൻട്രലിൽ കാണുന്നത് ഇൻട്രാനെറ്റ്, അങ്ങനെ കണക്കാക്കുക. ഇൻട്രാനെറ്റ് ആണെങ്കിൽ അതിൽ എഴുതിയിട്ടുള്ളതാണ് കമ്പനി ഓൺലി ഇൻസൈഡ് നെറ്റ്വർക്ക്. അപ്പോൾ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്കിനകത്ത് ആ കമ്പനിയിലെ എംപ്ലോയീസ് മാത്രമായിരിക്കും ഉൾക്കൊള്ളത്. ഓക്കെ, അതിനകത്ത് വരുന്ന ഫയൽ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു നെറ്റ്വർക്കിനകത്ത് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ സ്റ്റാഫ് മാത്രമായിരിക്കും അതിൻ്റെ ഫയലുകൾ ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ പെർമിഷൻ ഉള്ളത്. ഓക്കെ, ആ ഒരു നെറ്റ്വർക്കിന് പുറത്തോട്ട് വേറെ ഒരു കമ്പ്യൂട്ടറിനും ആക്സസ് ഇല്ല, അവിടുന്ന് പുറത്തുനിന്ന് അകത്തോട്ടും പെർമിഷൻ ഒന്നുമില്ല. ആ ഒരു നെറ്റ്വർക്കിനകത്ത് ആ നെറ്റ്വർക്ക് അഡ്രസ്സ് വരുന്ന അതിനകത്ത് മാത്രമാണ് അവർക്ക് ഡാറ്റ ട്രാൻസ്ഫറൊക്കെ ചെയ്യാൻ പറ്റും. എക്സ്ട്രാ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ വെൻഡേഴ്സ്, പാർട്ട്നേഴ്സ്, ബിസിനസ് അസോസിയേറ്റ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ കമ്പനിക്ക് ഇപ്പോൾ അവരുടെ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ആ എംപ്ലോയീസ് പരസ്പരം ഷെയർ ചെയ്യും. പക്ഷേ ആ കമ്പനിയിലേക്ക് ഇപ്പോൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം, എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അവരുടെ സ്വന്തം കമ്പനി അല്ലാതെ പുറത്തുനിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും ബില്ല് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യണം, അങ്ങനെയുള്ള എന്തെങ്കിലും പുറത്തുള്ള ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് ആ ഇൻ്റർനെറ്റ് വർക്കിൽ നിന്ന് പുറത്തോട്ട് ഒരു ആക്സസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള നെറ്റ്വർക്കാണ് എക്സ്ട്രാ നെറ്റ്വർക്ക്. അതായത് ഇൻട്രാ നെറ്റ്വർക്കിനകത്തുനിന്ന് കുറച്ച് പെർമിഷൻസ്, കുറച്ച് ഷെയറിംഗ് ഒക്കെ പുറത്തോട്ടും ഉണ്ടെങ്കിൽ അതാണ് എക്സ്ട്രാ നെറ്റ്വർക്ക്. അതായത് എക്സ്ട്രാ നെറ്റ്വർക്കിൽ വരുന്ന ആൾക്കാർ ഇവരുടെ ബിസിനസ് പാർട്ട്ണർമാരായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് ബിസിനസ് കമ്പനികളായിരിക്കാം. ഓക്കെ, അതാണ് എക്സ്ട്രാ നെറ്റ്. ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ തീരെ ഒതുങ്ങിയിട്ടുള്ള ഒരു കമ്പനിക്കുള്ളിൽ മാത്രമുള്ളതാണ്. എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പനിയിൽ നിന്ന് പുറത്തോട്ട് കുറച്ചുകൂടെ ഷെയറിംഗ് ഒക്കെ വരും. ചില പർട്ടിക്കുലർ ടേംസ് അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ടീമുമായിട്ട് ഷെയറിംഗ് ആയിരിക്കും. ഇൻ്റർനെറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ അത് വേൾഡ് മുഴുവനുള്ള എല്ലാ കണക്ഷനും ഷെയർഡ് ആയിരിക്കും. ഓക്കെ, പബ്ലിക് നെറ്റ്വർക്ക് ആയിരിക്കും. അതാണ് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, എക്സ്ട്രാനെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ട് നമുക്ക് നോക്കാം. Internet is a worldwide publicly accessible computer network of interconnected computer network. അല്ലേ, അതായത് പബ്ലിക് ആയിട്ടുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വേൾഡ് വൈഡ് നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. ഈ പറഞ്ഞ ഇൻ്റർനെറ്റും ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും നെറ്റ്വർക്ക് തന്നെയാണ്. ഓക്കെ, നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ടേമിൽ പെടുന്നതാണ് ആ മുഴുവനും. അപ്പോൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് പബ്ലിക് ആക്സസിബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അതിൽ ഈ പബ്ലിക്കിനെല്ലാം ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റും. അതിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞ TCP/IP എന്നുള്ള ടേമാണ് ഇൻ്റർനെറ്റ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. IP യൂസ് ചെയ്തിട്ടാണ് ഓരോ കമ്പ്യൂട്ടറിൻ്റെയും ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്നത്. ലാർജസ്റ്റ് ഇൻ്റർനെറ്റ് വർക്ക് ഇൻ ദ വേൾഡ് ഈസ്
ഇൻ്റർനെറ്റ്. അപ്പോൾ ഇൻ്റർനെറ്റാണ് ഏറ്റവും വലിയ നെറ്റ്വർക്ക്. ഓക്കെ. പിന്നെ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് എന്നുള്ള ഒരു ടേമായിട്ട് ചിലർ കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അതായത് വേൾഡ് വൈഡ് വെബ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, www.google.com. ഇപ്പോൾ google.com മാത്രമല്ല ഇൻ്റർനെറ്റ്. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുടെയൊക്കെ ധാരണ എന്താണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. ഓക്കെ, www.google.com എന്ന് പറഞ്ഞാൽ അതല്ല ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റിൽ www എന്നുള്ളത് ഇൻ്റർനെറ്റിൻ്റെ ഒരു സർവീസ് മാത്രമാണ്. ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു നെറ്റ്വർക്കാണ്, കമ്പ്യൂട്ടറും പിന്നെ റൗട്ടറും കേബിളുകളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് സിസ്റ്റമാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പക്ഷേ ഗൂഗിൾ അതുപോലെ തന്നെ www എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ, വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റിനകത്തുള്ള ഒരു സർവീസാണ്. ഇൻ്റർനെറ്റിനകത്തുള്ള മറ്റ് സർവീസുകളൊക്കെയാണ് എന്ത്, ഇമെയിൽ, ഫയൽ ഷെയറിങ്, പിന്നെ റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ, വീഡിയോ ഷെയറിങ്, വീഡിയോ സ്ട്രീമിങ്, പിന്നെ ഓൺലൈൻ ഗെയിമിങ്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന എന്താണ് സ്ക്രീൻ ഷെയറിങ് അല്ലേ, സ്ക്രീൻ ഷെയറിങ്, ചാറ്റിങ്, അതൊക്കെ എന്താണ് ഇൻ്റർനെറ്റിനകത്തുള്ള സർവീസുകളാണ്. വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ WW ഈസ് എ കളക്ഷൻ ഓഫ് ഇന്റർകണക്റ്റഡ് ഡോക്യുമെന്റ്സ് ആൻഡ് അതർ റിസോഴ്സസ് ലിങ്ക്ഡ് ടുഗദർ ബൈ ഹൈപ്പർ ലിങ്ക്സ് ആൻഡ് URLs. വേൾഡ് വൈഡ് വെബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡോക്യുമെന്റ്സ്, ഇപ്പം ഒരു വെബ്സൈറ്റിൻ്റെ പേജുകൾ, അതുപോലെ തന്നെ മറ്റുള്ള സർവീസുകൾ, ഡാറ്റകൾ, ഇതെല്ലാം ഇൻ്റർ കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതിന് ഓപ്പൺ ചെയ്യാൻ ഹൈപ്പർ ലിങ്ക് ആയിട്ടുള്ള ലിങ്കുകളും അല്ലെങ്കിൽ URLസും ഉണ്ടായിരിക്കും. മോസ്റ്റ് ഓഫ് ദീസ് ഇന്റർകണക്റ്റഡ് ഡോക്യുമെന്റ്സ് ഇൻ ദ വേൾഡ് വൈഡ് വെബ് ആർ ക്രിയേറ്റഡ് യൂസിങ് മാർക്കപ്പ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കോൾഡ് HTML. അതായത് വെബ്സൈറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് HTML എന്ന് പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് വെച്ചിട്ടാണ് വെബ്സൈറ്റുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇൻട്രാനെറ്റ് ഈസ് എ പ്രൈവറ്റ് നെറ്റ്വർക്ക്. ഏറ്റവും അകത്ത് നമ്മൾ കണ്ട ആ റിങ്ങിനകത്തുള്ളത് ഒരു ഇൻട്രാനെറ്റാണ്. അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ദാറ്റ് ഈസ് കണ്ടെയ്ൻഡ് വിത്തിൻ എൻ എൻ്റർപ്രൈസ്, അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്ത് മാത്രമുള്ള നെറ്റ്വർക്കാണ് ഇൻട്രാനെറ്റ്. A typical intranet for a business organization consists of many interlinked local area network and use any wide area network technology for network connectivity. Intranet കണക്ടിവിറ്റിക്ക് എക്സാമ്പിൾ ആണ് ചില ബാങ്കുകളുടെയൊക്കെ സെർവറുകൾ. ബാങ്കിന് മാത്രമുള്ള ആക്സസ് ഉള്ള കാര്യങ്ങളുണ്ടാവും, നെറ്റ്വർക്ക് ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ച അവരുടെ വെബ്സൈറ്റ് അല്ല ഉദ്ദേശിച്ചത്, ബാങ്കിൻ്റെ അവരുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ഓക്കെ, അതൊക്കെ ഇൻട്രാനെറ്റ്വർക്കിന് എക്സാമ്പിളാണ്. മെയിൻ പർപ്പസ് ഓഫ് എൻ ഇൻട്രാനെറ്റ് ഈസ് ടു ഷെയർ കമ്പനി ഇൻഫർമേഷൻ ആൻഡ് കമ്പ്യൂട്ടിംഗ് റിസോഴ്സ് എമംഗ് എംപ്ലോയീസ്. ഓക്കെ, കമ്പനിക്ക് അകത്തുള്ള എംപ്ലോയി മാത്രമാണ് അത് ഷെയർ ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രൈവറ്റ് ഇൻ്റർനെറ്റ്വർക്ക് വിച്ച് ഈസ് യൂഷ്വലി ക്രിയേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ എ പ്രൈവറ്റ് ഓർഗനൈസേഷൻ. അത് ഒരു കമ്പനിയുടെ കൺട്രോളിലായിരിക്കും ഈ ഇൻട്രാനെറ്റ് എന്നുള്ള നെറ്റ്വർക്ക് ഉണ്ടാവുക. ഏത് കമ്പനിയാണോ അത് യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു ഓർഗനൈസേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻ ആയിരിക്കും ഇൻട്രാ നെറ്റ്വർക്ക് കൺട്രോൾ ചെയ്യുന്നത്. The content available inside intranet are intended only for the members of that organization.
മീൻസ് എംപ്ലോയീസ് ഓഫ് ദാറ്റ് കമ്പനി. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സ്റ്റാഫിന് മാത്രം വേണ്ടിയിട്ട് ഡാറ്റ ഷെയറിങ്ങിന് ക്രിയേറ്റ് ചെയ്തതാണ് ഇൻട്രാ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. എക്സ്ട്രാ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ an extra network can be viewed as a part of company's intranet that is extended to the users outside the company like suppliers, vendors, partners, customers or other business associates. എക്സ്ട്രാ നെറ്റ്വർക്ക് എന്നാണ്. എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻട്രാനെറ്റ് തന്നെയാണ്, പക്ഷേ ചില മോഡിഫിക്കേഷൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അതായത് ഒരു ഇൻട്രാ നെറ്റ്വർക്കിൻ്റെ കൂടെ അതിനകത്ത് ആ നെറ്റ്വർക്കിന് പുറമേയുള്ള ചില കമ്പനികൾ അല്ലെങ്കിൽ കസ്റ്റമർ, പാർട്ട്ണർ അവർക്കും കൂടെ ആക്സസ് ഉണ്ടെങ്കിൽ, അതായത് ഇൻ്റർനെറ്റിന് കുറച്ചും കൂടി എക്സ്റ്റെൻഡഡ് വേർഷനാണ് എക്സ്ട്രാ നെറ്റ്. ഓക്കെ, ഇൻട്രാനെറ്റിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് എക്സ്ട്രാ നെറ്റ്. അതിനകത്ത് കമ്പനിക്ക് അകത്ത് മാത്രമല്ല, കമ്പനിക്ക് പുറത്തുള്ള ചില കമ്പനികൾ കൂടെ അതിനകത്ത് ലിങ്ക്ഡ് ആയിരിക്കും, കണക്റ്റഡ് ആയിരിക്കും. എക്സ്ട്രാ നെറ്റ് ഈസ് റിക്വയർഡ് ഫോർ നോർമൽ ഡേ ടു ഡേ ലൈഫ്, ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസ്. ഫോർ എക്സാമ്പിൾ, പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ ടു രജിസ്റ്റേർഡ് വെൻഡർ, ബില്ലിംഗ് ഇൻവോയ്സസ്, പേയ്മെൻറ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, ജോയിൻറ്റ് വെഞ്ചർ. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ നെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയിൽ ഇൻട്രാനെറ്റ് കൊണ്ട് കമ്പനിക്ക് അകത്ത് മാത്രമേ കാര്യമുള്ളൂ, പുറത്തുള്ള ആൾക്കാരായിട്ട് ഒരു കണക്ഷൻ ഇല്ല. എക്സ്ട്രാ നെറ്റ് ആണെങ്കിൽ അതിനകത്ത് എന്താണ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഏരിയ, പിന്നെ എന്താണ് കസ്റ്റമേഴ്സ്, മറ്റുള്ള ബിസിനസ് പാർട്ട്നേഴ്സ് അവരുമായിട്ടൊക്കെ ലിങ്കിങ് ഉണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് സെല്ലുലാർ നെറ്റ്വർക്കിനെ പറ്റിയാണ്. സെല്ലുലാർ നെറ്റ്വർക്കിനകത്ത് എന്താണ് പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ. 1G, 2G, 3G, 4G, ഇപ്പോൾ വരുന്നത് 5G ലേറ്റസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒരു ഓടിച്ച് പോവാം. 1G നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ അതാണ് ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക്. 1979 ഫസ്റ്റ് ജനറേഷൻ നെറ്റ്വർക്ക് 1G വന്നത്. അത് എന്തിനാണ്, വോയിസിന് മാത്രമാണ്. മൊബൈലിനകത്ത് വോയിസ് മാത്രമായിരുന്നു ട്രാൻസ്മിറ്റ് ചെയ്തിരുന്നത്. ടോപ്പ് സ്പീഡ് ഓഫ് ഡാറ്റ ട്രാൻസ്മിഷൻ ഓൺ 1G നെറ്റ്വർക്ക് റീച്ച്ഡ് 2.4 kbps ആയിരുന്നു 1G നെറ്റ്വർക്കിൻ്റെ ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ്. ഓക്കെ, സ്പീഡ് വളരെ കുറവായിരുന്നു. 2.4 kB/s ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് കോള് വിളിക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു അതിനകത്ത് നടന്നിരുന്നത്. പിന്നെ 2G നെറ്റ്വർക്ക് വന്നു. 2G നെറ്റ്വർക്ക് വന്നത് അറൗണ്ട് 1991 ഫിൻലൻഡിലാണ് വന്നത് 2G ഇറങ്ങിയത്. അലോയിങ് സെൽഫോൺസ് ടു മൂവ് ഇൻ ടു ഡിജിറ്റൽ വേൾഡ്. ഓക്കെ, അനലോഗ് സിഗ്നൽ 1Gനകത്ത് അനലോഗ് സർവീസ് ആയിരുന്നു. ഓക്കെ, വോയിസ് സർവീസ് മാത്രം അനലോഗായിട്ട്. 2Gക്കകത്ത് വന്നപ്പോൾ ഈ ഒരു വോയിസ് തന്നെ ഡിജിറ്റൽ ആയിട്ട് വരാൻ തുടങ്ങി. ഓക്കെ, 2G അലോഡ് ഫോർ കോൾ ആൻഡ് ടെക്സ്റ്റ് എൻക്രിപ്ഷൻ ആസ് വെൽ ആസ് SMS, മൾട്ടിമീഡിയ മെസ്സേജ്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്പീഡ് എത്രയായി കൂടി, 50 kbps ആയിട്ട് കൂടി 2Gക്ക്. 1Gക്ക് 2.4 ആയിരുന്നു അല്ലേ, 2.4 kbps ആയിരുന്നു 1G നെറ്റ്വർക്കിനകത്ത്. 2G നെറ്റ്വർക്ക് വന്നപ്പോൾ 50 kB/s ആയി. അപ്പോൾ സ്പീഡ് വല്ലാതെ കൂടി. പിന്നെ 3G നെറ്റ്വർക്ക് വന്നു. 3Gയിൽ കുറച്ചുകൂടെ ഡാറ്റ കൂടെ വരാൻ തുടങ്ങി. അതായത് 3G നെറ്റ്വർക്ക് വിത്ത് മോർ ഡാറ്റ, വീഡിയോ കോളിംഗ് ആൻഡ് മൊബൈൽ ഇൻ്റർനെറ്റ് ബിഗാൻ ഇൻ 1998. 3G വന്നപ്പോഴാണ് മൊബൈലിനകത്തുള്ള ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മുമ്പ് 2Gക്കകത്ത് എന്തായിരുന്നു, ഇൻ്റർനെറ്റ് ഉണ്ട്, പക്ഷേ എന്താണ് സ്പീഡ് വളരെ കുറവാണ്, 50 kbps ആണ്.
3G ആയപ്പോഴാണ് എന്താണ് ഇൻ്റർനെറ്റും വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസും ഒക്കെ വന്നത്. 3G നെറ്റ്വർക്ക് റീച്ച് 2 Mbps. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് 2 MB/s ആയി. 2Gക്ക് എത്രയായിരുന്നു? 50 KB/s ആയിരുന്നു. 3G വന്നപ്പോൾ 2 MB/s ആണ് സ്പീഡ്. അത് തന്നെ സ്പീഡ് രണ്ട് രീതിയിൽ പറയും. ഇപ്പോൾ മൂവിങ് ആയിരിക്കുന്ന ഒരു റിസീവറിന് സ്പീഡ് കുറവായിരിക്കും, ഡാറ്റ ട്രാൻസ്ഫർ സ്പീഡ് കുറവായിരിക്കും. അതായത് 3G നെറ്റ്വർക്കിൽ പറയുകയാണെങ്കിൽ 2 Mbps ഒരു സ്റ്റേഷനറി അല്ലെങ്കിൽ നോൺ മൂവിങ് ഡിവൈസിലാണ് കിട്ടുന്നത്. ഓക്കെ, 2 Mbps എന്ന് പറഞ്ഞ സ്പീഡ്. പക്ഷേ ആ ഒരു ഡിവൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വെഹിക്കിളിനകത്തൊക്കെ ആണെങ്കിൽ അതിൻ്റെ സ്പീഡ് 384 KB/s ആയിട്ട് കുറയും 3Gക്ക്. പിന്നെ 4G നെറ്റ്വർക്ക്. 4G ആണ് ഇപ്പോൾ റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്. കറൻ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് 4G തന്നെയാണ്. 4Gയുടെ പല വെർഷൻസ് ഉണ്ട്. 4Gയുടെ എക്സ്റ്റെൻഡ് വെർഷൻ ഉണ്ട്, നോർമൽ വെർഷൻ ഉണ്ട്. ഓക്കെ, 4G ആണ് ഇപ്പോൾ 3Gക്ക് ശേഷം വരുന്നത്. ആൻഡ് പ്രിസീഡിങ് 5G. ഇനി വരാൻ പോകുന്നത് 5G ആണ്. ഓക്കെ, 4G വാസ് റിലീസ്ഡ് ഇൻ ലേറ്റ് 2000 ലേറ്റ് എന്ന് പറഞ്ഞാൽ 2005, 2010 ആ ഒരു ഏരിയയിലാണ് 4G റിലീസായത്. ആൻഡ് ഇസ് 500 times ഫാസ്റ്റർ ദാൻ 3G. 3Gയേക്കാൾ വളരെ ഫാസ്റ്റാണ് 4G എന്ന് പറയുന്ന ടെക്നോളജി. It has been able to support high definition mobile TV, video conferencing and much more. ഓക്കെ, അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോട്ട് വായിച്ചു വെക്കുക. ഫുള്ള് നമുക്ക് അങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനാവില്ല. നിങ്ങൾ നോട്ട് എന്തായാലും വായിക്കാം. When device moving as you are walking with your phone or in a car, എന്താണ് മൂവിങ് ഡിവൈസ് ആണെങ്കിൽ 10s of Mbps, അതായത് 100, 100 വരെയൊക്കെയാണ് Mbps കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ സ്റ്റെബിലിറ്റി ആണെങ്കിൽ 100 Mbps വരെ ഡാറ്റ ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഡിവൈസിനകത്ത് 100 Mbps വരെയാണ് ഡാറ്റ കിട്ടുന്നത്. 20 MHz ബാൻഡ് വിഡ്ത്ത് സെക്ടർ ഉള്ളത്. പിന്നെ പറഞ്ഞ കപ്പാസിറ്റി മാക്സിമം വരുന്നത് എത്രയാണ്? 400 Mbps ആണ് മാക്സിമം കപ്പാസിറ്റി വരുന്നത്. ഇനി ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഫസ്റ്റ് LTE LTE എന്ന് പറഞ്ഞാൽ ലോങ് ടൈം ഇവല്യൂഷൻ എന്ന് പറഞ്ഞാണ് കേട്ടോ. നമ്മൾ 4G LTE എന്ന് പറയുന്നില്ലേ, 4G LTE എന്ന് പറയുന്നത് അതിൻ്റെ LTEൻ്റെ ഫുൾ ഫോം ആണ് ലോങ് ടേം ഇവല്യൂഷൻ, LTE. ഓക്കെ, സ്റ്റാൻഡേർഡ് വാസ് കൊമേഴ്സ്യലി ഡിപ്ലോയ്ഡ് ഇൻ 2009 4G LTE റിലീസായത്. പിന്നെ അതിൻ്റെ ഒരു തിയറിറ്റിക്കൽ സ്പീഡും ടിപ്പിക്കൽ റിയൽ വേൾഡ് സ്പീഡുമാണ് ഇവിടെ ഒരു ചെറിയൊരു ചാർട്ടായിട്ട് കൊടുത്തത്. അത് ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ 3Gക്ക് 7.2 Mbps ആണ് തിയറിറ്റിക്കൽ സ്പീഡ്. പക്ഷെ നമ്മൾ കണക്ട് ചെയ്താൽ ഒരു 3-3.5 ഒക്കെയാണ് മാക്സിമം സ്പീഡ്, Mbps ഡൗൺലോഡ് സ്പീഡൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ 4Gൻ്റെ ഡൗൺലോഡ് സ്പീഡ് കമ്പനി പറയുന്നത് 150 Mbps ആണ്. പക്ഷേ റിയൽ ലൈഫിൽ ഒരു 20 Mbps ഒക്കെ കിട്ടും. 25 ഒന്നും കിട്ടാറില്ല എന്ന് തോന്നുന്നു. പിന്നെ 5G നെറ്റ്വർക്ക്. 5G എന്ന് പറയുന്നത് 5th ജനറേഷൻ ആണ്. അത് 4G അപേക്ഷിച്ച് വളരെ ഫാസ്റ്റാണ്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2019 ഓക്കെ, 2 വർഷം ആയിട്ടേ ഉള്ളൂ 5G റിലീസായിട്ട്. പിന്നെന്താ, ബിയോണ്ട് ദ സ്പീഡ് ഇംപ്രൂവ്മെൻറ്റ് ദ ടെക്നോളജി ഈസ് എക്സ്പെക്റ്റഡ് ടു അൺലീഷ് എ മാസീവ് 5G
ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, IoT എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടാണ്. അതിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. 5G IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നെറ്റ്വർക്ക് ക്യാൻ സർവ് കമ്മ്യൂണിക്കേഷൻ നീഡ്സ് ബില്യൺസ് ഓഫ് കണക്റ്റഡ് ഡിവൈസ് വിത്ത് ദ റൈറ്റ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ സ്പീഡ്, ലാറ്റൻസി ആൻഡ് കോസ്റ്റ്. വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇതിൻ്റെ 5Gയുടെ സ്പീഡ്. 5G ടെക്നോളജി ഈസ് ഡ്രിവൺ ബൈ 8 സ്പെസിഫിക്കേഷൻ റിക്വയർമെൻറ്റ് അപ് ടു 10 GB ഡാറ്റ റേറ്റ്. ഓക്കെ, നമ്മൾ നേരത്തെ ഒക്കെ പറഞ്ഞു kbps, mbps ഒക്കെയാണ് നമ്മൾ 4G പറഞ്ഞത്. 4Gനകത്ത് എത്രയായിരുന്നു പറഞ്ഞത്? 400 Mbps ഒക്കെയാണ്. 300 Mbps ആണ് തിയററ്റിക്കൽ സ്പീഡ്. പ്രാക്ടിക്കലി കിട്ടുന്നത് 40 to 50 Mbps ഒക്കെയാണ് തിയററ്റിക്കലി കിട്ടുന്നല്ല പ്രാക്ടിക്കലി കിട്ടുന്നത്. പക്ഷേ 5Gയിൽ 10 GB/s ആണ് ഡാറ്റ റേറ്റ് അവർ പറഞ്ഞത്. അപ്പോൾ Mbps അല്ല, kbps അല്ല വരുന്നത്, കിലോബൈറ്റ്സും അല്ല, ഗിഗാബൈറ്റ്സ് അല്ലേ. 10,000 bytes/s, 10 GB അതാണ് അവരുടെ സ്പീഡ് പറയുന്നത്. 10 to 100 times സ്പീഡാണ് 4Gയേക്കാളും അവർ പറയുന്നത്. പിന്നെ 1 millisecond ലാറ്റൻസി, അതായത് തീരെ ഡിലേ വരില്ല 5Gയിൽ. കറക്റ്റ് ലൈവ് സ്ട്രീമിംഗ് പോലെ ആയിരിക്കും. 5G ആകുമ്പോൾ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ലാറ്റൻസി 1 millisecond ആണ് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് 1000 times കൂടുതലാണ്. പിന്നെ കണക്റ്റഡ് ഡിവൈസിൻ്റെ നമ്പർ 100 times കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു യൂണിറ്റ് ഏരിയയിൽ 4Gക്ക് ഒരു 10 കമ്പ്യൂട്ടറാണ് അല്ലെങ്കിൽ 10 മൊബൈലാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതിൻ്റെ 100 times കൂടുതൽ 5G ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ അവൈലബിലിറ്റി, അതായത് ഓൺലൈൻ ആയിരിക്കും നമ്മൾ കണക്റ്റഡ് ആണെങ്കിൽ അത് സിഗ്നൽ കറക്റ്റ് ആയിരിക്കും. 100% കവറേജ്, 90% റിഡക്ഷൻ ഇൻ നെറ്റ്വർക്ക് എനർജി യൂസേജ്. ഇത് നിങ്ങൾ നോക്കുക, വായിച്ചു നോക്കുക. ഓക്കെ, 5G സ്പീഡ് 10 GB/s, 10 Gbps ആണ് പറയുന്നത്. 10 to 100 times ഫാസ്റ്റർ ദാൻ 4G. പിന്നെ അതിൻ്റെ ഒരു ഗ്രാഫാണ് കാണിക്കുന്നത്. 3Gയുടെ നിങ്ങൾക്കറിയാം 42 Mbps ആണ് ആവറേജ് അവർ പറയുന്നത്. 4Gയുടെ 100 Mbps ആണെങ്കിൽ 4G LTE 150 Mbps, 4G LTE അഡ്വാൻസ്ഡ് 1000 Mbps, 5G ആണെങ്കിൽ 10,000 Mbps. ഇത്രയും വ്യത്യാസം ഇതിനകത്ത് ഉണ്ട്, 5G നെറ്റ്വർക്കിനകത്തുണ്ട്. ഇനി നമുക്ക് പഠിക്കേണ്ടത് ക്രിമ്പിംഗ്, പഞ്ചിങ്, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഡാറ്റ കമ്മ്യൂണിക്കേഷനായിട്ട് ബന്ധപ്പെട്ട കേബിളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്.